അത് കുറച്ച് മൾട്ടി ടാസ്കിങ് അല്ലേ? നമ്മൾ ഓൾറെഡി നമ്മുടെ ഉള്ളിലൊരു ജീവനുണ്ട്, നമ്മൾ പുറത്ത് ഒരു പുതിയ ബ്രാൻഡിന് ജീവൻ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയായിരുന്നു ആ ഒരു കാലഘട്ടം? ഒരിക്കലും ഈസിയുള്ളൊരു കാലഘട്ടം അല്ല. പക്ഷേ നമുക്ക് എന്തെങ്കിലും ചെയ്യണം എന്നുള്ളൊരു സ്ട്രോങ് ഇൻറ്റൻഷൻ ഉണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള ജീവനെയും സെക്യൂർ ചെയ്ത് പുറത്തുള്ള ജീവനെയും സെക്യൂർ ചെയ്തിട്ടുള്ള രീതിയിൽ ചെയ്യാൻ പറ്റുന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. ദെൻ ഐ ഹാഡ് എ സ്ട്രോങ് പില്ലർ നെക്സ്റ്റ് മീ, മൈ ഹസ്ബൻഡ് നിതിൻ. സോ ഞങ്ങൾ രണ്ടുപേരോട് ഒന്നിച്ച് ചെയ്തു. രണ്ടുപേരല്ല, 2.5, ഞങ്ങൾ 2.5 ഒന്നിച്ച് ചെയ്തു എന്ന് പറയാം. ഒരു പിസ്സ ബ്രാൻഡ്, അതും UK സ്റ്റാർട്ട് ചെയ്യുക, ഒരു MBA ഒന്നും കയ്യിലില്ലാത്ത ഒരാൾ ഒരു ബിസിനസ് വെഞ്ചർ സ്റ്റാർട്ട് ചെയ്യാൻ പോകണം, നഴ്സിംഗ് ഡിഗ്രി ഉള്ള ഒരാൾ, ഒരുപാട് പുൾ ബാക്ക് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഉണ്ടാവില്ലേ? അപ്പോൾ ഒരുപാട്. ഇപ്പം മെയിൻ ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഈ തോട്ട് ആരോടും പറഞ്ഞിട്ടില്ല. നമ്മൾ നമ്മുടെ ഐഡിയാസ് പല ആൾക്കാരോട് പറയുമ്പോഴാണ് നമുക്ക് പുൾ ബാക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻസ് പറയുന്നത്. അപ്പം പല ആൾക്കാരും പറയായിരിക്കും, നിനക്കൊരു ജോലിയുണ്ട്, ഇനി അത് പോയി നീ ഇത്ര ടെൻഷൻ എടുക്കണോ, ബിസിനസ് ചെയ്താൽ ലോസ് വരും. അപ്പം ഈ ഐഡിയാസ് ഒന്നും ഞങ്ങൾ ഒരു മനുഷ്യരോടും പറഞ്ഞിട്ടില്ല. ഈവൻ ഞങ്ങൾ ഫാമിലിയോട് പോലും പറഞ്ഞിട്ടില്ല കേട്ടോ. ഞങ്ങൾ ഇന്നതൊന്ന് എടുത്തതിന് ശേഷമാണ് ഞങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സും സറൗണ്ടഡ് ആയിട്ടുള്ള കംപ്ലീറ്റ് ആൾക്കാരും അറിയുന്നത് പോലും ഞങ്ങൾ ഇങ്ങനെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു എന്ന്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് പുൾ ബാക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല. പല ആൾക്കാരോട് പറയുമ്പോഴാണല്ലോ, പല ഇൻഫർമേഷൻസ് വരുമ്പോഴാണല്ലോ നമുക്ക് അത് വേണ്ട എന്നുള്ളൊരു തോട്ട് വരിക. അങ്ങനെ ഒരു തോട്ട് ഞങ്ങൾക്ക് അപ്പൊ വന്നില്ല. സന്തോഷ് ജോർജ് കുളങ്ങരയുടെ ഒക്കെ അഭിമുഖത്തിലൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ പബ്ബുകൾ എന്ന് പറഞ്ഞാൽ മലയാളിയുടെ ഒരു പൊതു സദാചാര ബോധമുണ്ട്. പബ്ബുകളിൽ എന്തോ കുഴപ്പം പിടിച്ച കുറേ കാര്യങ്ങളൊക്കെയാണ് നടക്കുന്നത്, അല്ലെങ്കിൽ പബ്ബുകൾ നമ്മുടെ സംസ്കാരത്തിനെതിരാണ്, അങ്ങനെ വിധത്തിലുള്ള ഒരുപാട് മുൻവിധികളൊക്കെ ഉണ്ടായിരുന്നു മലയാളിക്ക്. ഈയിടെയായിട്ടാണ് അത് കുറച്ചൊക്കെ ആയിട്ട് മാറി തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ UK പോയിട്ടൊരു മലയാളി പബ്ബ് തുടങ്ങുന്ന സമയത്ത് നമ്മളെ ജഡ്ജ് ചെയ്യുന്ന ആളുകൾ ഉണ്ടാവും. എങ്ങനെ ആ തോട്ടിനെയൊക്കെ ഓവർകം ചെയ്തിട്ടുണ്ടായിരുന്നു? അങ്ങനത്തെ അഭിപ്രായങ്ങളൊക്കെ വന്നിരുന്നോ? അങ്ങനെ പല അഭിപ്രായങ്ങളും വന്നിരുന്നു. പക്ഷെ ആ അഭിപ്രായങ്ങളെല്ലാം ഞാൻ ഈ ചെവി കൂടി പുറത്തു വിട്ടതേ ഉള്ളൂ. അഭിപ്രായങ്ങൾ പറയുന്നവരൊന്നും ചെയ്യാനില്ലാത്ത ആൾക്കാരാണ്. എന്തെങ്കിലും ചെയ്യുന്ന ആൾക്കാർക്ക് സ്ട്രോങ് ഡിറ്റർമിനേഷൻ, സ്ട്രോങ് ഡ്രീംസ് ഉണ്ടാവുള്ളൂ. അതായിരുന്നു എൻ്റെ മെന്റാലിറ്റി. ഇപ്പൊ ഞാൻ ചെയ്യുന്ന വർക്കിൽ ഞാൻ പാഷനേറ്റ്, ഞാൻ കറക്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് അതിൽ സക്സസ് ഉണ്ടാവും. പക്ഷെ ഈ പറയുന്ന ആൾക്കാർ അന്നും ഇന്നും വീട്ടിലിരുന്ന് പറയുകയുള്ളൂ, അല്ലാണ്ട് അവരൊന്നും ഉണ്ടാക്കാൻ പോകുന്നില്ല. ബട്ട് വാട്ട് വി ഹാവ് ഡൺ, വി ഗിവൻ ന്യൂ ലൈഫ് ടു അവർ ഡ്രീം. അപ്പം അത് ചെയ്തു. ഇപ്പം പബ്ബാണെങ്കിലും എന്ത് ബിസിനസ് ആണെങ്കിലും നേരെ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഇൻകം റിസീവ് ചെയ്ത് നല്ല രീതിയിൽ പോകാൻ സാധിക്കും. Many brands have proven that. The same thing only we also doing here. ഒരു വിന്റർ കാലഘട്ടത്ത് UK പോയി ഇറങ്ങുകയാണ്. അപ്പോൾ നമ്മുടെ കൾച്ചറൽ ഷോക്ക് എന്ന് പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ. അതായത് എപ്പോഴും മലയാളി എന്ന് പറയുമ്പോൾ ഓർക്കുക ഒരു വീടും അച്ഛനും അമ്മയും കുട്ടികളും അയൽക്കാരും കൂട്ടുകാരും അല്ലേ? നമുക്കൊരു സിസ്റ്റം ഉണ്ട്, നമുക്കൊരു സോഷ്യൽ കൺസ്ട്രക്റ്റ് ഉണ്ട് മലയാളിയുടെ. അതിന് കംപ്ലീറ്റ്ലി വേറൊരു പോളിൽ നിൽക്കുന്ന ഒരു സംസ്കാരത്തിലേക്ക് പോയി ഇറങ്ങിയൊരു അലീനയുണ്ടല്ലോ. അവരെ ഓർക്കുമ്പോൾ ഇപ്പൊ എന്താ തോന്നുന്നത്? ഒരു പുസ്തകത്തിന്റെ പുറകോട്ടേക്ക് വായിച്ചിട്ട് കാര്യമില്ലല്ലോ. മുന്നോട്ടുള്ള ജീവിതമല്ലേ നമ്മൾ നോക്കണ്ട. ഞാൻ എന്തായിരുന്നു, എന്റെ ഫാമിലി എന്തായിരുന്നു, അത് തന്നെ കണ്ടിന്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലൊരു കാര്യമില്ല. അപ്പം പലരും പറയാറുണ്ട്, ഇപ്പം ഞാൻ ഒരു മിഡിൽ ക്ലാസ്സിൽ ഫാമിലിയിൽ ജനിച്ചത് എന്റെ തെറ്റല്ല. പക്ഷെ ഞാനൊരു മിഡിൽ ക്ലാസ് ഫാമിലി ആയി തന്നെ മരിച്ചാൽ അത് എന്റെ മാത്രം തെറ്റാ, എന്റെ മാത്രം മിസ്റ്റേക്ക് ആണത്. അപ്പൊ അതൊരിക്കലും എന്റെ ജീവിതത്തിൽ നടക്കരുത്. ഞാനൊരു മലയാളി ഫാമിലിയിൽ നിന്ന് മലയാളി ബാക്ക്ഗ്രൗണ്ടിൽ തന്നെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ no changes in my life. I want to make a changes in my life. Me and my husband want to make some innovations. അതാണ് ഞങ്ങൾ ചെയ്തിരിക്കുന്നത്. എപ്പോഴായി എനിക്കൊരു മിഡിൽ ക്ലാസ്സുകാരിയായിട്ട് മരിക്കണ്ട ആ ഒരു തോട്ട് എപ്പോഴാണ് വരുന്നത്? ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ മീറ്റ് ചെയ്ത് അന്ന് തൊട്ട്. എൻ്റെ ഹസ്ബൻഡ് എന്ന് പറയുന്നത് നിതിൻ ഹാസ് എ വെരി ലോങ് മിഷൻ ആൻഡ് വിഷൻ ഇൻ ഹിസ് ലൈഫ്. പുള്ളി എപ്പോഴും പറയും എനിക്കൊരു പ്രൈവറ്റ് ജെറ്റ് മേടിക്കണം. ഞാനൊന്നും പെരുന്നാളിനൊരു വിമാനം കണ്ട് മേടിച്ചിട്ടുള്ള ഓർമ്മയെ എനിക്കുള്ളൂ. എൻ്റെ തോട്ടിലെ അതൊന്നുമില്ല. പക്ഷെ പുള്ളി എപ്പോഴും പറയും നമുക്കൊരു പ്രൈവറ്റ് ജെറ്റൊക്കെ മേടിക്കണം, നമുക്കൊരു കാറ് മേടിക്കണം, അല്ലെങ്കിൽ ഒരു ഫെറാരി മേടിക്കണം, ഒരു ഡിഫൻഡർ മേടിക്കണം എന്നല്ല പുള്ളി പറയുന്നത്. നമുക്കൊരു പ്രൈവറ്റ് ജെറ്റ് മേടിക്കണം എന്നുള്ള തോട്ടാണ്. ആ തോട്ടിലാണ് പുള്ളിയുടെ കൈ കടന്നാണ് എൻ്റെ ഒരു ആന്റർപ്രണർ ജേണി വളർന്നത് തന്നെ. അവിടെ നിന്നാണ് എനിക്കൊരു തോട്ട് വരെ വന്നത്. ഈ സിയ പിസ്സ എങ്ങനെ ഈ പേര് വരുന്നത്? സിയ പിസ്സ എന്ന് വന്നത് ഒരു എക്സിസ്റ്റിംഗ് ബ്രാൻഡ് ആയിരുന്നു. 2011 തൊട്ടുള്ള ഒരു ബ്രാൻഡാണ് UK-യിൽ. ഒരു ഇറ്റാലിയൻ വിറ്റാരിയോ ക്യാപിറ്റി എന്ന് പറഞ്ഞൊരു ഇറ്റാലിയൻ നടത്തിക്കൊണ്ടിരുന്ന ബ്രാൻഡിനെ അലീന ആൻഡ് നിതിൻ ടേക്ക് ഓവർ ചെയ്തതാണ്. ടേക്ക് ഓവർ ചെയ്ത് വി ഹാവ് ഗിവൺ ന്യൂ ലൈഫ് ഫോർ ദാറ്റ് ബ്രാൻഡ്. അപ്പം ഞങ്ങൾ ആ ബ്രാൻഡിന്റെ പേര് പോലെ ആ ഒരു ഒതന്റിസിറ്റി പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് വേണമെങ്കിൽ പല വെറൈറ്റി നെയിമുകളും പല സ്ഥലത്തുനിന്ന് കൊണ്ടുവരാം. ChatGPT ഒക്കെ ഉള്ള കാലമാണ്, നമുക്ക് പല അടിപൊളി ഇറ്റാലിയൻ പേരുകളൊക്കെ നമുക്ക് കൊണ്ടുവരാം. പക്ഷെ അത് കൊണ്ടുവരാണ്ട് ഞങ്ങൾ അത് കീപ്പ് ചെയ്തതിന്റെ റീസൺ
ആ ഒരു 2011 തൊട്ടുള്ള കമ്പനിയുടെ ജീവൻ കളയാണ്ട് അതിൽ സംതിങ് ഒരു ഇന്നോവേറ്റീവ് ചെയ്തത് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയാണ് സിയ പിസ്സ എന്നൊരു പേരിന്റെ ജനനം അവിടെ വന്നത്. ഇപ്പൊ ഇന്ത്യക്കാർ പലപ്പോഴും UK പോയിട്ട് തുടങ്ങുന്ന റെസ്റ്റോറൻറ്റ്സ് അല്ലെങ്കിൽ ഈറ്ററി ജോയിൻസിനൊക്കെ ഒരു ഇന്ത്യൻ സ്വഭാവം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നോക്കുക. അവിടെ നിങ്ങൾ ബുദ്ധിപരമായിട്ട് പിസ്സ അങ്ങ് കൊണ്ടുവരികയാണ്. അത് ഇന്ത്യൻസും കഴിക്കും, ഇന്റർനാഷണലി എല്ലാവരും കഴിക്കും. അതൊരു കോമൺ ഫുഡായിട്ട് എന്നറിയപ്പെടുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അതൊരു വളരെ തോട്ട്ഫുൾ ആയിട്ട് വളരെ ഡെലിബറേറ്റ്ലി നിങ്ങൾ എടുത്തൊരു ഡിസിഷൻ ആയിരുന്നോ? അതെ, ഞങ്ങൾക്കിപ്പം ഞങ്ങളുടെ ബിസിനസ് ഒരു വെസ്റ്റ്ബറിയിലോ ഒരു സോൾസ്ബറിയിലോ ഒരു സൗത്ത് ഓഫ് ദ ഇംഗ്ലണ്ടിലോ അല്ലെങ്കിൽ ഒരു എൻ്റെ ഇംഗ്ലണ്ടിലോ സ്കോട്ട്ലൻഡിലോ UK മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു ബിസിനസ് ആവാൻ മാത്രമല്ലായിരുന്നു ഞങ്ങളുടെ പ്ലാൻ. GCC കൺട്രിയിലും ഏഷ്യൻ കൺട്രീസിലും ഓൾ യൂറോപ്യൻ കൺട്രിയിലും നാളത്തേക്ക് വളരണം എന്നുള്ളൊരു മിഷൻ വെച്ചിട്ടാണ് ഞങ്ങൾ തുടങ്ങുന്നത്. എന്തായാലും നമ്മൾ ഇറങ്ങി തിരിച്ചല്ലോ. അപ്പം ചെറിയ രീതിയിലല്ല, വലിയ രീതിയിൽ തുടങ്ങണം എന്നുള്ള ഒരു വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് എടുത്ത് നല്ല രീതിയിൽ ചെയ്യണം എന്നുള്ളൊരു വിഷൻ കൊണ്ടാണ് ഞങ്ങളൊരു ഇറ്റാലിയൻ ബ്രാൻഡിലേക്ക് ഞങ്ങൾ വന്നത്. അപ്പം ഒന്ന് നോക്കി നോക്കാം, GCC കൺട്രീസിലും ഏഷ്യൻ കൺട്രീസിലും യൂറോപ്യൻ കൺട്രീസിലും എല്ലാം ഒരുപോലെ ഇറ്റാലിയൻ കുസിനുണ്ട്. എസ്പെഷ്യലി പിസ്സ ആൻഡ് ഓൾ എവറി കൺട്രീസ് ലവ് ദാറ്റ്. അപ്പം അങ്ങനെയാണ് ഞങ്ങൾ ഇതിനകത്തേക്ക് എത്തിച്ചേർന്നത് പോലും. ഇപ്പൊ ഇതിന്റെ ഒരു ജേർണി എടുത്ത് വായിച്ചു നോക്കുന്ന സമയത്ത് ഒരു ടേബിൾ 2 ടേബിൾ ആവുന്നു, അല്ലെങ്കിൽ 2 ടേബിൾ 4 ടേബിൾ ആവുന്നു. പിന്നെ ആദ്യമൊക്കെ കുറച്ച് ഓർഡേഴ്സ് വരുന്നതിൽ നിന്ന് പെട്ടെന്ന് ഈ ഡെലിവറി ഏജൻസിന്റെ ഒരു റഷ് വരുന്നു. ഇതിന് നമ്മളായിട്ട് എടുക്കേണ്ട ഒരു ഇനീഷ്യേറ്റീവ് ഉണ്ടല്ലോ, ഒരു സംരംഭം തുടങ്ങിയിട്ട് ആളുകളിലേക്ക് എത്തിക്കണം. ആ ഡേയ്സ് എങ്ങനെയായിരുന്നു സിയയിലേക്ക് എന്തിന് ആൾക്കാർ വരണം? കാരണം ഡൊമിനോസ് ഉണ്ട്, പപ്പ ജോൺസ് ഉണ്ട്, സിസി പോലത്തെ ഒരുപാട് ഇറ്റാലിയൻ വലിയ ബ്രാൻഡുകളും ഉണ്ട്. സിയയിലേക്ക് എന്തിന് ആൾക്കാർ വരണം? അപ്പം അത് മൈൻഡിൽ കീപ്പ് ചെയ്താണ് ഞങ്ങൾ ഞങ്ങളുടെ മാർക്കറ്റിംഗ് ചെയ്തത്. അപ്പം അതിന് പിന്നെ യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു വെബ്സൈറ്റ് ഞങ്ങൾ ക്രിയേറ്റ് ചെയ്തു. പല ഡെലിവറി പ്ലാറ്റ്ഫോമുകളിലും ഞങ്ങളുടെ ഫുഡ് ഐറ്റംസ് ഞങ്ങൾ ലിസ്റ്റ് ചെയ്തു. അങ്ങനെയാണ് ഈ ഒരു ടേബിൾ 2 ടേബിൾ, ഒരു ഡെലിവറി 2 ഡെലിവറിയിൽ നിന്നും ഇത്രയും ഡെലിവറിയിലേക്കും ഇത്രയും റഷുള്ള ഒരു റെസ്റ്റോറൻറ്റിലേക്ക് ഞങ്ങൾക്ക് വരാൻ വരെ സാധിച്ചത്. ഞങ്ങൾ അതിൻ്റെ ലിമിറ്റേഷൻസ് എവിടെയാണെന്ന് മനസ്സിലാക്കി ഫുഡ് സൈഡിലാണെങ്കിലും പല ഇന്നോവേഷൻസും കാര്യങ്ങളും വരുത്തിയിട്ടാണ് ഞങ്ങൾ ഈ ഒരു ഡ്രാസ്റ്റിക് ചേഞ്ചസ് അതിനകത്ത് കൊണ്ടുവന്നത് തന്നെ. പബ്ബ്, ഗാസ്ട്രോ പബ്ബ്, ഈ ആലോചനകളൊക്കെ എപ്പോഴാണ് വരുന്നത്? ഒരു പിസ്സ ജോയിന്റിൽ നിന്ന് ഇവിടേക്കുള്ള ഒരു എക്സ്റ്റൻഷൻ അത് എപ്പോഴാണ് തുടങ്ങുന്നത്? ഞങ്ങൾക്ക് സിയയുടെ സംതിങ് ഇന്നോവേഷൻ അല്ലെങ്കിൽ സംതിങ് ന്യൂ ചെയ്യണമെന്ന് വീണ്ടും തോട്ട് വന്നു. നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിൽ മാറി എന്തെങ്കിലും ന്യൂ ചെയ്യണം. ഐ ഡോണ്ട് ഡു ദ ഇറ്റാലിയൻ ഗാസ്ട്രോ പബ്. ഈ ഗാസ്ട്രോ പബ് എന്ന് പറയുന്നത് തന്നെ പല ആൾക്കാർക്കും ഡൗട്ട് ഉണ്ട്, അതെന്താണ് സംഭവം. ഗാസ്ട്രോ പബ് എന്ന് പറഞ്ഞാൽ ഫുഡിനും ഡ്രിങ്ക്സിനും നമ്മൾ ഒരുപോലെ ഇമ്പോർട്ടൻസ് കൊടുത്ത്. UK സാധാരണ പബ്ബുകൾ എന്ന് വെച്ചാൽ ഡ്രിങ്ക്സ് മാത്രം കൊടുക്കുന്ന പബ്ബുകളുണ്ട്. അപ്പം അതിൽ നിന്ന് മാറ്റി ചിന്തിച്ച് നല്ല ഇന്നോവേറ്റീവ് ആയിട്ടുള്ള നല്ല രീതിയിലുള്ള ഫുഡ് പ്രസൻറ്റേഷനും നല്ല കോസ്റ്റ്ലി ഡൈനിങ് എക്സ്പീരിയൻസും അതുപോലെ തന്നെ നല്ല രീതിയിൽ ഡ്രിങ്ക്സും കൊടുക്കുന്ന ഒരു സ്ഥലം, അതാണ് ഗാസ്ട്രോ പബ് എന്നുള്ളൊരു കോൺസെപ്റ്റ്. അവിടെയാണ് ഞങ്ങൾ സിയയ്ക്ക് വേറൊരു ഇന്നോവേഷൻ കൊടുത്തത്. അങ്ങനെയാണ് ഗാസ്ട്രോ പബ് എന്നൊരു കോൺസെപ്റ്റ് ഞങ്ങൾ ചെയ്തത്.